Hi everyone, welcome back to Kuny's class. നമുക്ക് ഇന്ന് സയൻസിന്റെ 11th ചാപ്റ്റർ ഫോഴ്സ് ആൻഡ് പ്രഷർ എന്ന് പറയുന്ന ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാം. A force can change the state of motion. നമുക്കറിയാം ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഒരു വസ്തുവിൻ്റെ സ്റ്റേറ്റ് ഓഫ് മോഷനെ ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഈ സ്റ്റേറ്റ് ഓഫ് മോഷൻ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഈ ഒബ്ജക്റ്റ് മൂവ് ചെയ്യാണ്ടിരിക്കുകയാണെങ്കിൽ അതിനെ മൂവ്മെൻറ്റിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഒബ്ജക്റ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതിനെ സ്ലോ ഡൗൺ ചെയ്യാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് അതിനെ മൂവ് ചെയ്യിക്കാനായിട്ട് സാധിക്കുന്നു. ഇതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ഡിറക്ഷൻ തന്നെ മാറ്റി അതിൻ്റെ ആ ഒരു ഒബ്ജക്റ്റിനെ മൂവ് ചെയ്യിക്കാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതിലൂടെ ഒരു ഒബ്ജക്റ്റിൻ്റെ സ്റ്റേറ്റ് ഓഫ് മോഷൻ ചേഞ്ച് ആവുന്നു. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ലെറ്റ് us now find out what happens when a force act on an object. അപ്പോൾ ഒരു ഒബ്ജക്റ്റിൽ ഫോഴ്സ് ആക്ട് ചെയ്യുമ്പം എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ആക്ടിവിറ്റി 11.3. Take a rubber ball and place it on a level surface such as a table top or a concrete floor. ഒരു റബ്ബർ ബോൾ എടുക്കുക. എല്ലാവരുടെയും കയ്യിൽ കാണും ഒരു ബോളൊക്കെ അല്ലേ? എല്ലാവരും ക്രിക്കറ്റൊക്കെ കളിക്കുന്ന അല്ലെങ്കിൽ വെറുതെ ബോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞൊക്കെ ആണെങ്കിലും കളിക്കുന്ന പിള്ളേരാണെന്ന് എനിക്കറിയാം. അപ്പോൾ എല്ലാവരുടെയും കയ്യിലൊരു റബ്ബർ ബോൾ കാണും. ഈ റബ്ബർ ബോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒരു ടേബിളിൻ്റെ പുറത്തോ അല്ലെങ്കിൽ ഒരു കോൺക്രീറ്റ് ഫ്ലോറിൽ, അതായത് നിരപ്പായ ഒരു സ്ഥലത്ത് വെക്കാനാണ് ഇവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു ടേബിളിൻ്റെ പുറത്ത് അല്ലെങ്കിൽ ഒരു കോൺക്രീറ്റ് ഫ്ലോറിലൊക്കെ ആയിട്ട് ഇതൊന്ന് വെക്കുക. നൗ ജെന്റ്ലി പുഷ് ദ ബോൾ എലോങ് ദ ലെവൽ സർഫസ്. ഇനി അതിനെ ഒന്ന് പുഷ് ചെയ്യുക. പുഷ് ചെയ്യാന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, തള്ളുക അല്ലേ? ഈ ബോളിനെ ഒന്ന് തള്ളുക. ഡസ് ദ ബോൾ ബിഗിൻ ടു മൂവ്. നമ്മളിങ്ങനെ തള്ളിയപ്പം ഈ ബോൾ മൂവ് ആവുന്നുണ്ടല്ലേ? പുഷ് ദ ബോൾ അഗെയിൻ വൈൽ ഇറ്റ് ഈസ് സ്റ്റിൽ മൂവിങ്. ഈസ് ദെയർ എനി ചേഞ്ച് ഇൻ ഇറ്റ് സ്പീഡ്? ഡസ് ഇറ്റ് ഇൻക്രീസ് ഓർ ഡിക്രീസ്? നമ്മളൊന്ന് തള്ളിയപ്പോഴത്തേക്കിന് ഈ ബോൾ മൂവ് ആവുന്നത് നമുക്ക് കാണാനായിട്ട് സാധിച്ചു. ഇനി ഈ മൂവ് ആവുന്ന ബോളെ നമ്മൾ ഒന്നുകൂടെ ഒന്ന് തള്ളുകയാണെങ്കിലോ അതിൻ്റെ സ്പീഡിനൊരു ചേഞ്ച് വരുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും അല്ലേ? നമ്മൾ വീണ്ടും തള്ളുമ്പം അത് കുറച്ചുകൂടെ വേഗത്തിൽ മൂവ് ആവുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പം റെസ്റ്റിലായിരുന്ന ആ ബോളിനെ നമ്മൾ തള്ളിയപ്പം അത് മൂവ് ചെയ്തുകൊണ്ടിരുന്ന ആ ബോളിനെ വീണ്ടും നമ്മൾ തള്ളിയപ്പം അത് കുറച്ചുകൂടെ സ്പീഡിൽ മൂവ് ആവുന്നത്, അതായത് അതിൻ്റെ സ്പീഡ് ഇൻക്രീസ് ആവുന്നത് നമുക്ക് കാണാനായിട്ട് സാധിച്ചു. നെക്സ്റ്റ്, പ്ലേസ് യുവർ പാം ഇൻ ഫ്രണ്ട് ഓഫ് ദ മൂവിംഗ് ബോൾ. റിമൂവ് യുവർ പാം ആസ് സൂൺ ആസ് ദ മൂവിംഗ് ബോൾ ടച്ചസ് ഇറ്റ്. ഡസ് യുവർ പാം അപ്ലൈ എ ഫോഴ്സ് ഓൺ ദി ബോൾ? വാട്ട് ഹാപ്പൻസ് ടു ദ സ്പീഡ് ഓഫ് ദി ബോൾ നൗ? ഡസ് ഇറ്റ് ഇൻക്രീസ് ഓർ ഡിക്രീസ്? What would happen if you let your palm hold the moving ball? ഇനി നമ്മൾ ഈ ബോൾ ഉരുണ്ട് വരുന്ന ആ സ്ഥലത്തേക്ക് നമ്മുടെ കൈ ഒന്ന് കൊണ്ട് വെക്കുക. അപ്പോൾ നമ്മുടെ കയ്യിൽ വന്ന് ഈ ബോൾ ഇടിച്ച് അതിൻ്റെ സ്പീഡ് കുറയും അല്ലേ? ഇത് നമുക്കറിയാവുന്ന കാര്യമാണ്. ഈ സ്പീഡിൽ വന്നുകൊണ്ടിരിക്കുന്ന ബോളിനെ നമ്മൾ നമ്മുടെ കൈ ഇങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്പീഡ് കുറയും. ഇനി ഇത് നമ്മൾ കൈകൊണ്ട് പിടിക്കുകയാണെന്നുണ്ടെങ്കിലോ ഈ ബോൾ റെസ്റ്റിലേക്ക് വരും. അതായത് ഒരു മൂവ്മെൻറ്റും ഒന്നും ഇല്ലാണ്ട് റെസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു കണ്ടീഷനിലേക്ക്, ആ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിലേക്ക് ഇത് എത്തുന്നതായിരിക്കും. അപ്പം നമുക്ക് ബോളിനെ അതിൻ്റെ സ്പീഡ് കൂട്ടാനായിട്ട് നമുക്കറിയാം, അതുപോലെ തന്നെ അതിൻ്റെ സ്പീഡ് കുറയ്ക്കാനായിട്ടും അറിയാം, അതുപോലെ തന്നെ ഈ ബോളിനെ നമുക്ക് റെസ്റ്റിലേക്ക് എത്തിക്കാനും അറിയാം അല്ലേ? You might recall similar situations. For example, while taking a penalty kick in football, the player applies a force on the ball. നമ്മളിപ്പോൾ ഒരു ആക്ടിവിറ്റി 11.3 ഒരു എക്സാമ്പിളാണ് കണ്ടത്. ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതിലൂടെ ഒരു ഒബ്ജക്റ്റ് മൂവ് ആവുന്നതും അതുപോലെ തന്നെ വീണ്ടും ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ ആ സ്പീഡ് കൂടുന്നതും പിന്നീട് സ്പീഡ് കുറയുന്നതും ആ ഒബ്ജക്റ്റ് റെസ്റ്റിലേക്ക് എത്തുന്നതും അല്ലേ? നമ്മളൊരു എക്സാമ്പിളാണ് കണ്ടത്. ഇതിപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തൊരു ആക്ടിവിറ്റിയാണ്. ഇതല്ലാണ്ട് നമുക്ക് ഡെയിലി ലൈഫിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു എക്സാമ്പിളിനെ കുറിച്ചാണ് നമ്മളിനി ഡിസ്കസ് ചെയ്യുന്നത്. എന്താണത്? നമ്മുടെ ഫുട്ബോൾ കളി. എല്ലാവർക്കും ഫുട്ബോളൊക്കെ കളിക്കാൻ ഇഷ്ടമാണെന്ന് എനിക്കറിയാം. എല്ലാവരും നല്ല ഫുട്ബോൾ പ്ലെയേഴ്സൊക്കെ ആണെന്നും എനിക്കറിയാം. അപ്പോൾ ഫുട്ബോൾ കളിയുടെ കാര്യങ്ങളൊന്നും ഞാൻ കൂടുതലായിട്ട് പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന്, ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വായിക്കാണ്ട് തന്നെ നിങ്ങൾക്ക് അറിയാവുന്നതുമാണെന്ന് എനിക്കറിയാം. ഇന്നാണേലും നമുക്കൊന്ന് നോക്കിയേക്കാം. അതായത് ഈ ഫുട്ബോൾ കളിക്കുന്ന സമയത്ത് ഈ പെനാൽറ്റി കിക്ക് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് അല്ലേ? ഈ പെനാൽറ്റി കിക്ക് ചെയ്യുമ്പം ആ പ്ലെയർ ഈ ബോളിലേക്കൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട് അല്ലേ? കിക്ക് ചെയ്യുക എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു ഫോഴ്സ് ഈ ബോളിലേക്ക് അപ്ലൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ബോളിന് മൂവ് ആവാനായിട്ട് സാധിക്കുന്നത്. ബിഫോർ ബീയിങ് ഹിറ്റ് ദ ബോൾ വാസ് അറ്റ് റെസ്റ്റ് ആൻഡ് സോ ഇറ്റ് സ്പീഡ് വാസ് 0. ദ അപ്ലൈഡ് ഫോഴ്സ് മേക്സ് ദ ബോൾ മൂവ് ടുവേഴ്സ് ദി ഗോൾ. അപ്പം പെനാൽറ്റി കിക്ക് ചെയ്യുമ്പം
ആ ആൾ വന്നിട്ട് ബോളിനെ കിക്ക് ചെയ്യുന്നു, അങ്ങനെയാണ് ബോൾ മൂവ് ആവുന്നത്. അതിന് മുന്നേ വരെ ബോൾ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിലാണ്. അതായത് അതിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് 0 ആണ്. അനങ്ങാണ്ടിരിക്കുന്ന ഒരു ബോളിനെയാണ് ഇദ്ദേഹം കിക്ക് ചെയ്യുന്നതും ബോൾ പിന്നീട് മൂവ് ആവുന്നതും. Suppose the goalkeeper dives or jumps up to save the goal. By his action, the goalkeeper tries to apply a force on the moving ball. The force applied by him can stop or deflect the ball, saving a goal being scored. If the goalkeeper succeeds in stopping the ball, its speed decreases to 0. അപ്പം പെനാൽറ്റി കിക്കിൻ്റെ ടൈമിൽ റെസ്റ്റിലിരിക്കുന്ന ഒരു ബോളിന്, അതായത് അതിൻ്റെ സ്പീഡ് ആ ഒരു ടൈമിൽ 0 ആണ്. ആ സമയത്താണ് വന്ന് നമ്മുടെ പ്ലെയർ ഇതിനെ കിക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ബോൾ മൂവ് ആവാനായിട്ട് തുടങ്ങും ഈ അപ്ലൈ ചെയ്ത ഫോഴ്സിൻ്റെ ബലത്തിൽ, അല്ലേ? അപ്പോൾ മൂവ് ആവുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്പീഡ് അവിടെ കൂടി വരികയാണെന്ന് നമുക്ക് പറയാൻ പറ്റും. അങ്ങനെ ഇത് കൂടി വന്ന് ഗോൾ പോസ്റ്റിലേക്കായിരിക്കുമല്ലോ ഗോൾ എപ്പോഴും അടിക്കുന്നത്. അങ്ങനെ ഗോൾ പോസ്റ്റിൽ എത്തുമ്പോഴത്തേക്കിനും അവിടെ ഒരു ഗോൾ കീപ്പർ നിൽപ്പുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? ഈ ബോളിനെ തടയാൻ വേണ്ടിയിട്ട്. എങ്കിൽ മാത്രമേ എതിർ ടീം അടിക്കുന്ന ഗോള് തടഞ്ഞ് ഒരു സ്കോർ അവർക്ക് കിട്ടാണ്ടിരിക്കാനായിട്ട് പറ്റത്തുള്ളൂ, അല്ലേ? അപ്പോൾ ഒരു ഗോൾ സേവ് ചെയ്യാനായിട്ട് ഈ ഗോൾ കീപ്പർ ഒന്നെങ്കിൽ ചാടി വന്നതിനെ പിടിക്കും, അല്ലേ? നമ്മൾ കാണാറുള്ളതാണ്. ഇപ്പം ഗെയിം കളിക്കാത്തവരാണെങ്കിൽ പോലും ടി വിയിലാണെങ്കിലും നമ്മളിത് കണ്ടിട്ടുണ്ട്. ഗോൾ കീപ്പർ എങ്ങനെയാണ്, എന്ത് കഷ്ടപ്പെട്ടിട്ടാണ് ഒരു ഗോൾ സേവ് ചെയ്യുന്നതെന്നല്ലേ? അപ്പോൾ അങ്ങനെ അദ്ദേഹം ഇതിനെ ഒന്നെങ്കിൽ ഇതിനെ പിടിക്കും, അല്ലാന്നുണ്ടെങ്കിൽ അതിനെ ഹിറ്റ് ചെയ്യും. അപ്പോൾ ബോൾ മറ്റൊരു ദിശയിലേക്ക് അങ്ങ് പൊക്കോളും, അല്ലേ? അപ്പം എങ്ങനെയാണേലും ബോൾ ആ ഗോൾ പോസ്റ്റിനുള്ളിൽ കയറാതിരിക്കുക, അതാണ് ഗോൾ കീപ്പർ നോക്കുന്ന കാര്യം എന്ന് പറയുന്നത്. ഗോൾ കീപ്പറിൻ്റെ ജോലി എന്ന് പറയുന്നത് ഈ ബോൾ ഗോൾ പോസ്റ്റിലേക്ക് കയറാണ്ട് നോക്കുക. അപ്പോൾ ആ ടൈമിൽ ഒന്നെങ്കിൽ അദ്ദേഹം കൈകൊണ്ട് അതിനെ പിടിക്കും, അല്ലാന്നുണ്ടെങ്കിൽ ഇതിനെ തട്ട് വേറൊരു ഡിറക്ഷനിലേക്ക് വിടും. ആ ഒരു ടൈമിൽ ഇപ്പോൾ ഗോൾ കീപ്പർ ഈ ബോൾ പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഈ ബോളിൻ്റെ സ്പീഡ് കുറഞ്ഞ് അത് 0യിലേക്ക് എത്തും, അല്ലേ? വീണ്ടും സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു കണ്ടീഷനിലേക്ക് ഈ ബോൾ പിന്നെയും തിരിച്ചെത്തും. These observations suggest that a force applied on an object may change its speed. അപ്പോൾ ഈ ഒബ്സർവേഷനിൽ നിന്ന്, അതായത് ഈ ഒരു എക്സാമ്പിളിൽ നിന്ന് നമുക്ക് മനസ്സിലായ ഒരു കാര്യമാണ്, ഒരു ഫോഴ്സ് ഒരു ഒബ്ജക്റ്റിലേക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആ ഒബ്ജക്റ്റിൻ്റെ സ്പീഡ് ചേഞ്ച് ആവും. ചിലപ്പോൾ 0യിൽ നിന്ന് ഉയരാം, അല്ലാന്നുണ്ടെങ്കിൽ നല്ല സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിനെ ക്യാച്ച് ചെയ്തുകൊണ്ട് അതിൻ്റെ സ്പീഡ് കുറയ്ക്കാം. എങ്ങനെയാണെങ്കിലും ഒരു ഒബ്ജക്റ്റിനെ സ്പീഡ് ചേഞ്ച് ചെയ്യിക്കാനായിട്ട് ഫോഴ്സിനെ കൊണ്ട് സാധിക്കുന്നു. If the force applied on the object is in the direction of its motion, the speed of the object increases. ഇപ്പം മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ അതേ ഡിറക്ഷനിൽ തന്നെയാണ് വീണ്ടും ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്പീഡ് കൂടും. അതായത് ഇപ്പോൾ ബോൾ നമ്മൾ തട്ടിവിട്ട് ഈ ആക്ടിവിറ്റി 11.3 അല്ലേ, ആ തട്ടിവിട്ട ബോളിനെ നമ്മൾ വീണ്ടും ഒന്നോടൊന്ന് തള്ളുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? അതിൻ്റെ സ്പീഡ് കൂടും, അല്ലേ? ആ മൂവ് ചെയ്യുന്ന അതേ ഡിറക്ഷനിൽ തന്നെയാണ് നമ്മൾ വീണ്ടും ഒരു ഫോഴ്സ് കൊടുത്തത്. അങ്ങനെ സെയിം ഡിറക്ഷനിൽ തന്നെയാണ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ ഒബ്ജക്റ്റിൻ്റെ സ്പീഡ് കൂടും. If the force is applied in the direction opposite to the direction of motion, then it results in a decrease in the speed of the object. ഇനി നമ്മൾ അപ്ലൈ ചെയ്യുന്ന ആ ഫോഴ്സ് ഈ മൂവ് ആവുന്ന ഒബ്ജക്റ്റിൻ്റെ ഓപ്പോസിറ്റ് ഡിറക്ഷനിലാണെങ്കിൽ, അതായത് ഇപ്പോൾ ആക്ടിവിറ്റി 11.3 ഒരു ബോൾ മൂവ് ആവുമ്പോൾ നമ്മൾ നമ്മുടെ പാം കൊണ്ട് അതിനെ തടയാനായിട്ട് നോക്കി, അല്ലേ? അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്ത ഫോഴ്സ് എന്ന് പറയുന്നത് ഈ ഒബ്ജക്റ്റിൻ്റെ, ഈ ബോളിൻ്റെ മൂവ്മെൻറ്റിൻ്റെ ഓപ്പോസിറ്റ് ഡിറക്ഷനിലായിരുന്നു, അല്ലേ? അപ്പോൾ ആ ഒരു ടൈമിൽ എന്താണ് സംഭവിച്ചത്? ഈ ഒബ്ജക്റ്റിൻ്റെ സ്പീഡ് കുറഞ്ഞു. അപ്പോൾ സെയിം ഡിറക്ഷനിൽ ആ മൂവ്മെൻറ്റിൻ്റെ ഡിറക്ഷനും നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിൻ്റെ ഡിറക്ഷനും ഒന്ന് തന്നെയാണെന്നുണ്ടെങ്കിൽ ഈ ഒബ്ജക്റ്റിൻ്റെ സ്പീഡ് കൂടും. എന്നാൽ ഓപ്പോസിറ്റ് ഡിറക്ഷനിലാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സും ഈ ഒബ്ജക്റ്റിൻ്റെ മോഷൻ എന്നുണ്ടെങ്കിൽ അവിടെ സ്പീഡ് കുറയും. I have seen children competing with one another in moving a rubber tire or a ring by pushing it. I now understand why the speed of the tire increases whenever it is pushed. അപ്പോൾ നമ്മൾ പണ്ടൊക്കെ ഗ്രാമങ്ങളിൽ കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയായിരുന്നു ഇങ്ങനെ ടയറുമായിട്ട് പിള്ളേരിങ്ങനെ വടി അങ്ങോട്ട് അടിച്ച് അതിൻ്റെ പിന്നാലെ ഇങ്ങനെ ഓടുന്നത്. ഇന്നത്തെ കാലത്ത് ആർക്ക് വേണം ഈ ടയറും വടിയൊക്കെ, അല്ലേ? എല്ലാവരും വീട്ടിലിരുന്ന് വീഡിയോ ഗെയിമൊക്കെ കളിക്കുന്നു, ഇല്ലാന്നുണ്ടെങ്കിൽ ഫുട്ബോളോ ക്രിക്കറ്റോ അങ്ങനത്തെ വലിയ വലിയ കളിയിലേക്കൊക്കെയാണ് എല്ലാവരുടെയും നോട്ടം. ഈ കളിയൊന്നും ഇപ്പോൾ ആരും കളിക്കാറില്ല. എന്താണേലും സിനിമയിലൊക്കെ നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കും ഇങ്ങനെ ഒരു ടയറിൻ്റെ പിന്നാലെ പിള്ളേരിങ്ങനെ കമ്പും കൊണ്ട് ഓടുന്നത്. അപ്പോൾ നമുക്ക് അത് കാണുമ്പോൾ മനസ്സിലാവും ആ ടയർ മൂവ് ചെയ്യുന്ന അതേ ഡയറക്ഷനിൽ തന്നെയാണ് പിന്നിൽ നിന്ന് ആ കുട്ടി ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നത്, അല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് ഈ ടയറിൻ്റെ സ്പീഡ് കൂടുന്നത്. അതായത് സെയിം ഡയറക്ഷനിൽ തന്നെയാണ് നമ്മൾ ഫോഴ്സും അപ്ലൈ ചെയ്യുന്നത്, ഈ ഒബ്ജക്റ്റ് മൂവ് ആവുന്നതും. അപ്പോൾ അങ്ങനെ സെയിം ഡയറക്ഷൻ ആണെങ്കിൽ അവിടെ ഈ ഒബ്ജക്റ്റിൻ്റെ സ്പീഡ് കൂടുമെന്ന് നമുക്കറിയാം, അല്ലേ? അപ്പോൾ അങ്ങനെയാണ്
ഈ ടയറും കൊണ്ട് പിള്ളേരിത് കളിച്ച് പോകുന്നത്. അപ്പോൾ ടയറിൻ്റെ സ്പീഡ് കൂടുന്നത് എന്തുകൊണ്ടാണെന്ന് ഇപ്പം മനസ്സിലായില്ലേ? Paheli is curious to know whether application of a force can only change the speed of an object. Let us find out. നമ്മൾ ഇത്രയും നേരം കണ്ട എക്സാമ്പിളിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്താൽ ഒരു ഒബ്ജക്റ്റിൻ്റെ സ്പീഡ് ചേഞ്ച് ചെയ്യാൻ പറ്റുമെന്നുള്ളത് അല്ലേ? ഒന്നെങ്കിൽ സ്പീഡ് കുറയ്ക്കാൻ അല്ലെങ്കിൽ സ്പീഡ് കൂട്ടാനൊക്കെ നമുക്ക് ഫോഴ്സ് അപ്ലൈ ചെയ്തുകൊണ്ട് സാധിക്കും അല്ലേ? പക്ഷേ ഈ ഫോഴ്സ് കാരണം ഒരു ഒബ്ജക്റ്റിൻ്റെ സ്പീഡ് മാത്രമേ ചേഞ്ച് ആവത്തുള്ളൂ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ കൂടെ ചേഞ്ച് ആകുമോ എന്നുള്ളതാണ് ഇവിടെ ഒരാളുടെ ഡൗട്ട്. അപ്പോൾ നമുക്ക് അതൊന്ന് നോക്കാം. ആക്ടിവിറ്റി 11.4. ടേക്ക് എ ബോൾ ആൻഡ് പ്ലേസ് ഇറ്റ് ഓൺ എ ലെവൽ സർഫസ് ആസ് യു ഡിഡ് ഇൻ ആക്ടിവിറ്റി 11.3. എല്ലാവർക്കും ആക്ടിവിറ്റി 11.3 ഓർമ്മയില്ലേ? നമ്മളൊരു ബോൾ എടുത്ത് ഒരു ലെവലായിട്ടുള്ള സർഫസിൽ വെച്ചതും പിന്നെ ആ ബോൾ തട്ടി വിട്ടതും ഒക്കെ അല്ലേ? അപ്പോൾ അതുപോലെ തന്നെ ആ ബോൾ എടുത്ത് ഒരു ലെവൽ സർഫസിൽ വെക്കുക. മേക്ക് ദ ബോൾ മൂവ് ബൈ ഗിവിങ് ഇറ്റ് എ പുഷ്. ഒരു പുഷ് കൊടുത്ത് ആ ബോളിനെ ഒന്ന് മൂവ് ചെയ്യിക്കുക. Now place a ruler on its path as shown in figure 11.8b. In doing so, you would apply a force on the moving ball. Does the ball continue to move in the same direction after it strikes the ruler? അപ്പോൾ നമ്മൾ ഈ 11.8b ഈ ഫിഗറിൽ കാണുന്ന പോലെ തന്നെ ഒരു റൂളർ, അതായത് ഉരുണ്ടു വരുന്ന ബോളിൻ്റെ അതേപോലല്ല. കാരണം നമ്മൾ ആക്ടിവിറ്റി 11.3ൽ വരുന്ന ബോളിൻ്റെ അതേ സെയിം ഡയറക്ഷനിലായിരുന്നു കൈ വെച്ച് തടഞ്ഞത് അല്ലേ? അതുപോലല്ല, ഈ ബോളുമായിട്ട് അതിനെ ആ ഒരു ആംഗിൾ ക്രിയേറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഒന്ന് ചരിച്ച് ഈ റൂളർ വെക്കുക, ഒരു സ്കെയിൽ അവിടേക്ക് വെക്കുക. അപ്പോൾ ഈ ബോൾ എന്ത് ചെയ്യും? ഇതേ വന്ന് തട്ടിയിട്ട് അതിൻ്റെ ഡയറക്ഷൻ മാറി വേറൊരു ഡയറക്ഷനിലേക്ക് മൂവ് ആവും അല്ലേ? അപ്പം ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഈ ബോളിൻ്റെ ഡയറക്ഷൻ മാറ്റാനായിട്ട് നമുക്കൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുമെന്ന്. ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തതിലൂടെ ഒരു ഒബ്ജക്റ്റിൻ്റെ ഡയറക്ഷനും ചേഞ്ച് ആവും അല്ലേ? റിപ്പീറ്റ് ദ ആക്ടിവിറ്റി ആൻഡ് ട്രൈ ടു ഒബ്സ്ട്രക്ട് ദ മൂവിങ് ബോൾ ബൈ പ്ലേസിംഗ് ദ റൂളർ ഇൻ സച്ച് എ വേ ദാറ്റ് ഇറ്റ് മേക്സ് ഡിഫറെൻറ്റ് ആംഗിൾസ് ടു ഇറ്റ്സ് പാത്ത്. അപ്പോൾ അതുപോലെ തന്നെ ഈ റൂളർ ഓരോരോ ആംഗിളിൽ ചരിച്ചൊക്കെ വെച്ച് ഈ വരുന്ന ബോളിനെ ഒന്ന് തട്ടിവിട്ട് ഈ ബോള് പല ഡയറക്ഷനിലേക്ക് മൂവ് ആവുന്നതൊക്കെ ഒന്ന് നോട്ടീസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇൻ ഈച്ച് കേസ് നോട്ട് യുവർ ഒബ്സർവേഷൻസ് അബൌട്ട് ദ ഡിറക്ഷൻ ഓഫ് മോഷൻ ഓഫ് ദ ബോൾ ആഫ്റ്റർ ഇറ്റ് സ്ട്രൈക്സ് ദി റൂളർ. അപ്പോൾ റൂളറിൽ തട്ടിയതിന് ശേഷം ബോൾ എങ്ങനെയൊക്കെയാണ് മൂവ് ആവുന്നത് എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക. ഇന്ന് പഠിപ്പിച്ച പോർഷൻ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സുമായിട്ടൂടെ ഷെയർ ചെയ്യുക.